ഹലോ, അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഭീമയിലാണ്. എനിക്ക് ഇവിടുത്തെ ഒരു വെഡ്ഡിങ് സെറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്പെഷ്യലി നമ്മുടെ കേരള ട്രഡീഷണൽ സ്റ്റൈലിൽ വരുന്ന ഒരു വെഡ്ഡിങ് സെറ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസൈൻസ് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു 30 പവനകത്ത് മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ആൻഡ് ഡിസൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ആരാധന ഡിസൈനിൽ വരെ നല്ലൊരു മാലയാണ്. നമ്മൾ അധികം കണ്ടുവരാത്ത കുറച്ച് യുണീക്ക് പാറ്റേണിൽ വരെ നല്ലൊരു പെൻറ്റൻറ്റും അതുപോലെ നമ്മുടെ ആ ഒരു നെക്ക് പോർഷനിലൊക്കെ തന്നെ കുറച്ച് നല്ല ഇതൊക്കെ വരുന്ന നല്ലൊരു മാല തന്നെയാണ് ഫസ്റ്റത്ത്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്കത്താലിയാണ്. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഈ ഇലക്കത്താലി ഈ ഒരു സൈഡ് നമുക്ക് ഒരു മജന്ത കളറിലെ സ്റ്റോൺസ് ആണ് വരുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് വൈറ്റ് കളറിലെ സ്റ്റോൺസ് ആണ്. അത് നമുക്ക് ഈ ഒരു വെഡ്ഡിങ് സെറ്റിൻ്റെ കൂടെ ഇടാം. അതുപോലെ തന്നെ നമ്മളൊരു സെറ്റ് സാരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വൈറ്റ് സ്റ്റോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആ രണ്ട് മോഡലിൽ നമുക്ക് ഒരു മാല ഇടാൻ പറ്റും. തേർഡ് മാല നവരത്ന കളക്ഷനിൽ വരുന്ന ഒരു മാലയാണ്. ഫുൾ നവരത്ന സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മാലയാണ്. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാഷ് ഡിസൈനിൽ വരുന്ന മാലയാണ്. അടുത്ത് കാണുന്ന ഗോപി ഡിസൈനിൽ വരുന്ന ഒരു മാലയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വീണ്ടും നമുക്കൊരു കാഷ് ഡിസൈനിൽ തന്നെയാണ്. അതൊരു യു ഡിസൈനിൽ വരുന്ന ഒരു കാഷ് ഡിസൈനിൽ വരുന്ന മാലയാണ്. നമ്മൾ കുഞ്ഞ് സ്റ്റോൺസ് ഒക്കെ ആക്കിയിട്ട് കുറച്ചുകൂടെ നല്ല ഭംഗിയാക്കിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വൺ ഇതിൽ ഏറ്റവും വലിയ മാല വരുന്നത് നമ്മുടെ മുല്ലമൊട്ട് മാലയാണ്. അതും ഒരു യു ഡിസൈനിൽ തന്നെ വന്നിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് അങ്ങനെ ടോട്ടലി കംപ്ലീറ്റ് ഒരു കറക്റ്റായിട്ട് നമ്മുടെ കേരള ഹിന്ദു ബ്രൈഡ്സിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെഡ്ഡിങ് സെറ്റാണ്. അപ്പോൾ ഇതൊരു കേരള ട്രഡീഷണൽ സ്റ്റൈലാണ്. ഈ ഒരു സ്റ്റൈലിൽ മാത്രം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിലുള്ള നമുക്ക് ബ്രൈഡൽ സെറ്റൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ ഭീമയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഭീമ വിസിറ്റ് ചെയ്യുക.